വെൽക്കം ബാക്ക്. അടുത്തത് നമുക്ക് അണ്ടർ റൈറ്റിംഗ് എന്താന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് അണ്ടർ റൈറ്റിംഗ്. അപ്പൊ അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ റൈറ്ററും ഇഷ്യൂയിങ് കമ്പനിയും തമ്മിലുള്ളൊരു എഗ്രിമെന്റ് ആണ്. ഈ എഗ്രിമെന്റിൽ എന്താ പറയുന്നത്? അണ്ടർ റൈറ്റർ കമ്പനി ഓഫർ ചെയ്യുന്ന സെക്യൂരിറ്റീസ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ളത് സബ്സ്ക്രൈബ് ചെയ്യാം എന്നുള്ളൊരു എഗ്രിമെന്റ് ആണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ എഗ്രിമെന്റിൽ ഏർപ്പെടുന്നത് ഇൻഡിവിജ്വൽസ് ആവാം, ഫേം അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ അണ്ടർ റൈറ്റർ എന്താണ് ചെയ്യുന്നത്? അവർക്ക് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യാണ്, കമ്പനിക്ക് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യാണ്. അവരുടെ സെക്യൂരിറ്റീസ് വിൽക്കുന്ന കാര്യത്തിൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിന് ഇവർക്ക് കിട്ടുന്നത് കമ്മീഷനാണ്. നോക്കാം നമുക്കത് എന്താന്നുള്ളത്. Underwriting is an agreement between underwriter and issuing company where underwriter undertakes to take up all or a portion of the offered shares or debentures or any other securities and as may not be subscribed for by public. പബ്ലിക് വാങ്ങാത്ത സെക്യൂരിറ്റീസ് വാങ്ങാം എന്ന്, അതായത് ഇഷ്യൂ ചെയ്യുന്ന മുഴുവനോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം വാങ്ങാം എന്ന് എഗ്രി ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് അണ്ടർ റൈറ്റർ മേ ബി, ഇനി അണ്ടർ റൈറ്റർ ആരൊക്കെയാവാം? ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഒരു ഫേം ആവാം, അല്ലെങ്കിൽ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആവാം. അപ്പൊ അണ്ടർ റൈറ്റിംഗ് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നവരെയാണ് അണ്ടർ റൈറ്റർ എന്ന് പറയാം. For guaranteeing the sale of shares and debentures, underwriter charges an agreed commission. അതിന് അണ്ടർറൈറ്റർക്ക് കമ്മീഷൻ കിട്ടും. ഇനി അക്കോർഡിംഗ് ടു സെക്ഷൻ 76 ഓഫ് ദി കമ്പനീസ് ആക്ട്, ആക്ടിൽ എന്താണ് പറയുന്നത് നോക്കാം. Underwriting is an agreement whereby underwriter ensures the company that in case shares and debentures offered to public are not subscribed by the public to the required extent, balance of shares and debentures will be taken up by underwriter. അപ്പൊ അണ്ടർറൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു എഗ്രിമെന്റ് ആണ്. ഇവിടെ അണ്ടർറൈറ്റർ കമ്പനിക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കാണ്. അതായത് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നത് ആ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ആ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെയുള്ളത് ആളുകൾ വാങ്ങിയില്ല എങ്കിൽ എന്ത് ചെയ്യും? അണ്ടർറൈറ്റേഴ്സ് വാങ്ങിക്കൊള്ളാം എന്നൊരു എഗ്രിമെന്റ് ആണ് ഇവിടെ പറയുന്നത്. അതിനെയാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ.